സംസ്ഥാനത്ത് സ്കൂൾ പാഠപുസ്തക വിതരണം വൈകുമെന്ന് കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റി. പുസ്തകം അച്ചടിക്കാൻ പേപ്പറില്ലാത്തതിനാലാണ് അച്ചടി നീണ്ടുപോകുന്നത്. അതേസമയം പുസ്തകങ്ങൾ സമയത്തിന് വിതരണം ചെയ്യാൻ കഴിയുമെന്ന് KBPS MD സുനിൽ ചാക്കോ ന്യൂസ് 18 പ്രതികരിച്ചു. മുൻപും ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെന്നും അപ്പോഴെല്ലാം പുസ്തകങ്ങൾ സമയത്തിന് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിലേക്കുള്ള പാഠപുസ്തക വിതരണം ഇത്തവണ വൈകുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സ്കൂൾ തുറക്കാൻ 3 ആഴ്ച മാത്രം ബാക്കിയിരിക്കെ 70% പുസ്തകങ്ങൾ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. ഇതിൽ പലതിന്റെയും പുറംചട്ട അച്ചടിച്ചിട്ടില്ലെന്നാണ് വിവരം. KBPS-ൽ പുറംചട്ടയില്ലാത്ത പുസ്തകങ്ങൾ കെട്ടിക്കിടക്കുകയാണെന്ന് KBPS സ്റ്റാഫ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി ന്യൂസ് 18 പറഞ്ഞു. KBPS-ലെ പാഠപുസ്തകങ്ങളുടെ അച്ചടി 70% മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ. അതും ബൈൻഡിംഗ് പേപ്പർ ഇല്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ KBPS-ലെ പുസ്തകങ്ങൾ അച്ചടിച്ച് അങ്ങനെ കൂട്ടിയിട്ടേക്കാണ്. ബൈൻഡിംഗ് പേപ്പർ കൃത്യമായിട്ട് ഗവൺമെന്റാണ് കൊടുക്കേണ്ടത്. പേപ്പറും പാഠപുസ്തകം അടിക്കാനുള്ള പേപ്പറും കൊടുക്കുന്നത് ഗവൺമെന്റാണ്. പക്ഷേ ഈ രണ്ട് കാര്യം കൃത്യമായിട്ട് കൊടുക്കാത്തതുകൊണ്ട് മിനിസ്റ്റർ പറഞ്ഞ പോലെ ഇലക്ഷൻ സമയത്ത് പറഞ്ഞതാണ് പാഠപുസ്തകങ്ങൾ നമ്മുടെ സ്കൂൾ അടക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥികളും. പക്ഷേ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ പൂർണ്ണമായിട്ട്. ബാക്കി ഒന്നും അടിച്ചിട്ടില്ല. പുസ്തകങ്ങളുടെ വിതരണം പൂർത്തിയാക്കാൻ ഓണം അവധി കഴിഞ്ഞേക്കും. KBPS-ന് സർക്കാർ നൽകാനുള്ളത് 300 കോടി രൂപയാണ്. ഈ ബാധ്യത അടുത്ത സർക്കാരിന്റെ തലയിലാകുമെന്ന് ഇബ്രാഹിംകുട്ടി പ്രതികരിച്ചു. ഈ വരാൻ പോകുന്ന ഗവൺമെന്റിന്റെ ബാധ്യതയായി മാറിയിരിക്കുകയാണ്. 300 കോടി രൂപ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 60 കോടി രൂപ ആയിരുന്നു കുടിശ്ശിക. പക്ഷെ ഇവർ വന്നതിന് ശേഷം 300 കോടി രൂപ ആയി വർദ്ധിച്ചു. ആ ബാധ്യത മുഴുവൻ ഈ വരാൻ പോകുന്ന ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ടി വരും. മാത്രമല്ല പാഠപുസ്തകങ്ങൾ കൃത്യമായിട്ട് ഇനി ഇപ്പം ജൂൺ മാസം 1-ാം തീയതി സ്കൂൾ തുറക്കുമ്പോൾ പൂർണ്ണമായിട്ടും പാഠപുസ്തകം കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. ഏതാണ്ട് ഒരു 2 മാസമെങ്കിലും ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി വരും. അപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞാലും കുട്ടികൾക്ക് പൂർണ്ണമായിട്ടും പാഠപുസ്തകം കൊടുക്കാത്തൊരു സാഹചര്യമാണ്. അതേസമയം പാഠപുസ്തകങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്യാനാകുമെന്ന് KBPS MD സുനിൽ ചാക്കോ ന്യൂസ് 18 പറഞ്ഞു. അറൌണ്ട് 80% ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മേജർ ടൈറ്റിൽസ് മുഴുവൻ പ്രിന്റ് ചെയ്ത് കഴിയും. അതായത് ഈ മൈനർ ഇതെന്ന് പറയുന്ന ബാക്കിയുള്ള 20% ആക്ടിവിറ്റി ബുക്കുകളാണ്. അത് ഓഗസ്റ്റിനൊക്കെ ശേഷമാണ് സ്കൂളുകളിൽ ഉപയോഗിച്ചു തുടങ്ങുക. അപ്പോൾ സ്കൂളുകളിൽ ആവശ്യമുള്ള പുസ്തകങ്ങൾ ഈ 80% മാത്രമേ ഉള്ളൂ തുടക്കത്തില്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് മെയ് എൻഡിന് മുമ്പായിട്ട് തന്നെ ഫുൾ ബുക്സും ടോട്ടൽ 100% പ്രിന്റ് ചെയ്ത് കഴിയും. പുസ്തകങ്ങളുടെ അച്ചടി 75%-ത്തിലധികമായിട്ടുണ്ട്. മുൻപും ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലെല്ലാം സമയത്തിന് പുസ്തകങ്ങൾ സ്കൂളുകളിൽ എത്തിച്ചിരുന്നു. ഇപ്പോൾ മാത്രം ഇത്തരത്തിലൊരു ആശങ്ക എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. നിർത്തിവച്ചിരുന്ന ബൈൻഡിംഗ് ഉടൻ തുടങ്ങുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ എല്ലാ സമയത്തും എല്ലാ വർഷവും ഇതുപോലെ ചെറിയ ചെറിയ തടസ്സങ്ങളും അത് ഇതൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് തന്നെ പോകുന്നത്. ഇപ്പം ബൈൻഡിങ് 1-2 ദിവസമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അത് മോസ്റ്റ്ലി നാളെ തന്നെ തുടങ്ങും. കാരണം ഓൾറെഡി സപ്ലൈസ് പൈപ്പ് ലൈനിലുണ്ട്. കഴിഞ്ഞാണ് അതിനെക്കാട്ടി കൂടുതൽ സിവിയർ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ സമയത്തിന് കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്കൊക്കെ അറിയാലോ അവർ പരാതി ഇല്ലാതെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്തവണയും കൊടുക്കും. ഇത്തവണ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അവർക്കൊരു ആശങ്ക ഉണ്ടാവാനായിട്ട് കാരണം വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഇത്തവണ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഓണത്തെക്കാട്ടി കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാഠപുസ്തകങ്ങൾ നേരത്തെ അച്ചടിക്കുന്നതിനെതിരെയും ചില ഉള്ളടക്കങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുണ്ട്. സ്കൂളുകൾ തുറക്കും മുൻപ് അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാനൊരുങ്ങുന്ന വിദ്യാഭ്യാസ വകുപ്പിനെതിരെ നേരത്തെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരുന്നു. PK അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന UDF കാലത്ത് സ്കൂൾ തുറന്ന് പകുതി വർഷം കഴിഞ്ഞിട്ടും പുസ്തകം നൽകാതിരുന്ന കാലം മറന്നുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയുടെ വിമർശനമെന്ന ആരോപണവും ശക്തമാണ്. അതേസമയം രമേശ് ചെന്നിത്തലയുടേത് വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് കേരളത്തിലെ പാവപ്പെട്ട കുട്ടികളുടെ ഭാവിക്ക് നേരെയുള്ള പോർവിളിയാണെന്നാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പ്രതികരിച്ചത്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വിവരങ്ങൾ ആജ്ഞ രവീന്ദ്രൻ പങ്കുവയ്ക്കും. ആജ്ഞ, ഈ പാഠപുസ്തകങ്ങളുടെ വിതരണം പൂർത്തിയാകാൻ ഓണം അവധി കഴിയും എന്നുള്ള ആ ഒരു വരി, അതാണ് അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചത്. അതായത് ഈ സർക്കാരിൻ്റെ കാലത്ത് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞത് പാഠപുസ്തക വിതരണം വളരെ വേഗത്തിൽ പൂർത്തിയാക്കും, എല്ലാം റെഡിയാണ് എന്നുള്ളതാണ്. ഇതുവരെ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല എന്ന്. ഇപ്പോൾ സർക്കാർ താഴെ വീണു, സർക്കാർ മാറി വരുന്നു. മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ പറഞ്ഞത് യാഥാർത്ഥ്യമല്ല എന്നാണോ? എൽദോ, ഈ നേരത്തെ നമ്മൾ ഈ
KBPSന്റെ MDയുടെ പ്രതികരണവും കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കാരണം മുൻവർഷങ്ങളിലും ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, പേപ്പറിന്റെ സ്കാസിറ്റി ഉണ്ടായിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും സമയത്തിന് തന്നെ പുസ്തകങ്ങൾ സ്കൂളിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് KBPS MD സുനിൽ ചാക്കോ നമ്മളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ്. അതേസമയം ഈ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് തന്നെ KBPS എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ആണ് KK ഇബ്രാഹിം കുട്ടി. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മൾ ആദ്യം കേട്ടത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അതായത് 70% പോലും പുസ്തകങ്ങൾ അച്ചടിച്ചിട്ടില്ല. അത് ഇനി 2 ആഴ്ചയാണ് സ്കൂൾ തുറക്കാനുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ പാഠപുസ്തക വിതരണം മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ള നിരീക്ഷണമാണ് KBPSന്റെ വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റിന്റെ പ്രതികരണം. അങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട് ഇത് അതായത് 300 കോടി ബാധ്യതയാണ് ഇപ്പോൾ നിലവിൽ സർക്കാരിന് KBPSന് നൽകാനുള്ളത്. നേരത്തെ തന്നെ KBPS പേപ്പറുകൾ വാങ്ങി പുസ്തകങ്ങൾ അച്ചടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരമൊരു നടപടിക്രമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പേപ്പറുകൾ നൽകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത് ഈ 300 കോടി പെൻഡിങ് ആയിരുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ പിന്നീട് സർക്കാർ പേപ്പറുകൾ എത്തിക്കുകയും അതിൽ KBPS പ്രിന്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു നടപടിക്രമത്തിലേക്ക് അത് മാറുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഇപ്പോൾ ബൈൻഡിങ്ങുകൾ ആയിട്ടില്ല, ബൈൻഡിങ്ങുകൾ തുടങ്ങിയിട്ടില്ല. അത് ഈ അച്ചടിച്ച് മാറ്റുന്ന പുസ്തകങ്ങൾ KBPSൽ തന്നെ കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. അതായത് അവിടെ ഇടമില്ലാത്ത തരത്തിൽ പുസ്തകങ്ങൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. അത് കണക്കിലെടുക്കണം എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ സുനിൽ പറഞ്ഞതനുസരിച്ച് ബൈൻഡിങ് ഇന്നോ നാളെയോ ആരംഭിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിരുന്നാലും ഈ ബൈൻഡിങ്ങിനുള്ള പേപ്പറുകൾ ലഭ്യമായിട്ടില്ല എന്ന് ഈ കഴിഞ്ഞ ഏപ്രിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ബൈൻഡിങ് പൂർത്തിയാക്കാനുള്ള അതാണ് പ്രധാനമായും പൂർത്തിയാക്കാനുള്ള നടപടിക്രമങ്ങൾ. പക്ഷേ ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സർക്കാർ, അതായത് LDF സർക്കാർ വന്ന ശേഷം നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധേയമായിട്ടൊരു നീക്കമെന്ന് പാഠപുസ്തകം സമയത്തിന് എത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം UDF സർക്കാരിൻ്റെ കാലത്ത് അബ്ദുറബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സാഹചര്യത്തിൽ ഓണാവധി കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ 6 മാസം സമയം കഴിഞ്ഞിട്ട് പുസ്തകങ്ങൾ എത്തിക്കാതിരുന്ന സാഹചര്യങ്ങളുണ്ട്. അത്തരം അവസ്ഥകൾ അല്ല ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നതെന്ന് നമുക്കറിയാം. അത്തരം മാറ്റങ്ങൾ, അതായത് നോട്ടബിൾ ആയിട്ടുള്ള അത്തരം മാറ്റങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കാര്യം ശ്രദ്ധേയമാണ്. അതേസമയം തന്നെ പുസ്തകം നേരത്തെ എത്തിക്കുമെന്ന് നേരത്തെ മുൻ വിദ്യാഭ്യാസ മന്ത്രി ഒരു പ്രസ്താവന നടത്തിയപ്പോൾ തുഗ്ലക് പരിഷ്കാരമാണ് ശിവൻകുട്ടിയുടേതെന്ന് വിമർശനവുമായിട്ട് രമേശ് ചെന്നിത്തല രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് അത്രയും നേരത്തെ എത്തിക്കുന്നത് അതായത് കുട്ടികൾ ജയിക്കുന്നുണ്ടോ, 9ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടി 10ാം ക്ലാസ്സിലേക്ക് ജയിക്കുന്നുണ്ടോ, ആ കണക്കുകളൊക്കെ എടുത്തിട്ട് വേണം പുസ്തകങ്ങൾ അച്ചടിക്കാൻ. അത് ഇല്ലാതെ എങ്ങനെയാണ്? പക്ഷേ അത്രയും സമയം, അതായത് റിസൾട്ട് വരുന്ന സാഹചര്യം എപ്പോഴാണെന്ന് നമുക്കറിയാം. മെയ് ഒരു പകുതി ആകുമ്പോഴാണ് അടുത്ത ക്ലാസ്സിലേക്കുള്ള റിസൾട്ട് വരിക. അത്രയും വൈകിട്ട് ഈ പുസ്തകങ്ങളുടെ കണക്കെടുത്ത ശേഷം അതായത് അധ്യയന വർഷത്തിലേക്കുള്ള പുസ്തകങ്ങൾ അച്ചടിക്കുക എന്നുള്ളത് ആപ്ലിക്കബിളായ കാര്യമല്ല എന്ന് നമുക്കറിയാം. പക്ഷെ അത്തരം വിമർശനങ്ങളുമായിട്ടാണ് ഈ സമയത്ത് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നതും. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരുപക്ഷെ ഭരണം മാറിയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള ഒരു വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നതാകാം. 300 കോടിയുടെ പെൻഡിങ് KBPSന് നൽകാനുണ്ട് എന്ന് പറയുമ്പോൾ അത് പുതിയ സർക്കാരിൻ്റെ തലയിലേക്ക് വരുമെന്ന് ഇദ്ദേഹം, അതായത് യൂണിയൻ പ്രസിഡന്റ് നമ്മളോട് പറയുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഇതായിരിക്കാം അവർക്ക് ഒരു പക്ഷേ KBPSന് മുന്നോട്ട് വെക്കാനുള്ള ആശങ്ക. അതായിരിക്കാം അടുത്ത തവണ, അതായത് ഭരണമാറ്റം വരുമ്പോൾ KBPSന്റെ ഉത്തരവാദിത്തം UDFലേക്ക് എത്തുന്നു. അപ്പോൾ ഈ 300 കോടിയുടെ ബാധ്യത ചുമക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്കയായിരിക്കും ഒരു പക്ഷേ അവർ ഷെയർ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ അത്തരം ഒരു ആശങ്കയിലേക്കായിരിക്കും പോകുക. എന്തായാലും പാഠപുസ്തക വിതരണം മുടങ്ങില്ല. ഈ പറയുന്നത് പോലെ 80% പുസ്തകങ്ങളാണ് ആദ്യഘട്ടത്തിൽ ആവശ്യമായി വരിക. ബാക്കിയൊക്കെ ആക്ടിവിറ്റി ബുക്കുകളാണ് എന്നാണ് സുനിൽ ചാക്കോ നമ്മളോട് പ്രതികരിച്ചത്. എങ്ങനെയാണ് അത് ശരിയാണ്. കാരണം അത് ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കേണ്ടതല്ല, അതായത് സ്കൂൾ തുറക്കുമ്പോഴോ അല്ലെങ്കിൽ അതിലൊരു 2 മാസത്തിലോ ഉപയോഗിക്കേണ്ടതല്ല ഈ ആക്ടിവിറ്റി ബുക്കുകൾ. അതുകൊണ്ട് പാഠപുസ്തക വിതരണം മുടങ്ങില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് KBPS MD ഉള്ളതും. അത് മുടങ്ങില്ല എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ കാരണം നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലെത്തുമ്പോൾ അവർക്ക് പാഠപുസ്തകങ്ങൾ വേണം. എങ്ങനെയൊക്കെ പ്രതിസന്ധിയുണ്ടോ ആ പ്രതിസന്ധികൾ പരിഹരിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാം. എന്നാലും അത്ര ശുഭകരമായിട്ട് സാഹചര്യമല്ല ഉള്ളത് എന്ന് മാത്രം വ്യക്തമാകട്ടെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.